ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗാർലിക് സോസായിട്ടാണ്. ഷവർമ്മക്കൊക്കെ പറ്റിയ നല്ലൊരു സോസാണിത്. അപ്പോൾ നമ്മൾ ഷവർമ്മയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കടകളിൽ നിന്നൊന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഈ സോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സോസാണിത്. ഇതേപോലെ ചപ്പാത്തിക്കും അതും ബ്രെഡിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ് ഈ സോസ്. അപ്പോൾ നമുക്ക് ഈ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ സോസിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട മുഴുവനായിട്ടും പൊട്ടിച്ച് വെച്ചതാണിത്. ഇനി ഇതിലോട്ട് 2 മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 മുട്ടയുടെ വെള്ളയും 1 മുട്ട മുഴുവനായിട്ടും. ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 7 അല്ലി വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി അല്ലിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 8-9 എടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിലില്ല, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ ഗാർലിക്കൊക്കെ നല്ലവണ്ണം ഒന്ന് അരിഞ്ഞു വരണം. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഓയിലാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പോളം ഓയിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1/4 കപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. ഒരു 30 സെക്കൻഡ് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ 30 സെക്കൻഡോളം അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 1/2 കപ്പോളം ഓയിൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. 30 സെക്കൻഡ് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ 30 സെക്കൻഡ് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ക്രീം പരുവത്തിലാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. ഈ സമയം ഞാനതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ കുരുമുളകിൻ്റെ ആ കുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് നിർത്താതെ അടിച്ചെടുക്കണം. ഒരു 1-1.5 മിനിറ്റോളം നന്നായിട്ട് നിർത്താതെ അടിച്ചെടുക്കുക. മിക്സി ചൂടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ചൂടായി കഴിഞ്ഞാൽ നമ്മളെ ഗാർലിക് സോസിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ചൂടാകുന്നതാണെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കിയതിന് ശേഷം ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഈ ഒരു കട്ടിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക. ഇതെല്ലാം ഒന്നും കൂടെ കട്ടി വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 30 സെക്കൻഡോളം ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഗാർലിക് സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നുകൂടെ കട്ടി വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ ഒരു തെക്കി കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു തെക്കിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ ഷവർമ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഷവർമേൻ്റെ കൂടെയും അതേപോലെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സോസാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.